ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്ദാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ജീന. നമ്മളിന്നിവിടെ കാണിക്കാൻ പോകുന്നത് വിഷുസദ്യ സ്പെഷ്യൽ മധുര പച്ചടിയാണ്. അതിനു വേണ്ടി നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് സാധാരണ എടുക്കുന്നത് നമ്മുടെ പൈനാപ്പിൾ ഉണ്ടല്ലോ, പൈനാപ്പിളും ഏത്തപ്പഴവും ഒക്കെയാണ് എടുത്തേക്കുന്നത്. ഞാനും പക്ഷെ ഇവിടെ എടുത്തേക്കുന്നത് ഇത് രണ്ടുമല്ല, നമ്മുടെ പപ്പായയാണ്. പപ്പായ ചെറിയ കഷ്ണമാക്കി ഞാൻ മുറിച്ചിവിടെ വെച്ചേക്കുന്നതാണ്. ഇത് കണ്ടോ, ഇതും മധുരമുണ്ട്. അപ്പം ഇതിന് എന്തായാലും നമ്മൾ പഞ്ചസാര ചേർക്കും, ഇതിന് മധുരമുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എങ്ങനെ മധുര പച്ചടി ഉണ്ടാക്കാമെന്ന് നോക്കാം. നിങ്ങളുടെ കയ്യിൽ ഇത് പപ്പായ ഇല്ലെങ്കിൽ ഏത്തപ്പഴം എടുക്കാം, ഏത്തപ്പഴം തന്നെ എടുക്കാം, കൈതച്ചക്കൻ തന്നെ എടുക്കാം. അപ്പോൾ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് എടുത്തേക്കുന്നുള്ളൂ. ഇതിപ്പോൾ 2 കപ്പ്, ഞാൻ അരിഞ്ഞേക്കുന്നത് 2 കപ്പുള്ളൂ. ഒരു പപ്പായയുടെ പകുതി ഭാഗമായത്. അത് ഇപ്പോൾ അളന്ന് നോക്കിയപ്പോൾ 2 കപ്പുണ്ട് ഇത്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ അരയ്ക്കാൻ വേണ്ടി 1/2 കപ്പ് തേങ്ങ വേണം. ഇതുകൊണ്ട് തൈരാണ്. ഇതൊരു 3/4 കപ്പ് തൈര് വേണം. നമ്മൾ സാധനം എടുക്കുന്നത് കൂടുന്നതനുസരിച്ച് നമുക്ക് തൈരും തേങ്ങയെല്ലാം കൂടുതൽ ചേർക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഒരു നുള്ള് ജീരക പൊടിയാണ് വേണ്ടത്. പൊടിയില്ലാത്തതുകൊണ്ട് ഞാൻ ജീരകം എടുത്തേക്കുവാണ്. പിന്നെ പഞ്ചസാര വേണം, താളിക്കാൻ വേണ്ടി കടുക്, കറിവേപ്പില, വറ്റൽമുളക്. നമുക്ക് ആദ്യമായിട്ട് ഇതാദ്യം ഒന്ന് വേവിച്ച് വെക്കണം. ഞാനിപ്പം പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി കുക്കറിനകത്ത്, ഇതിപ്പോൾ ഒത്തിരി വേവില്ലാത്ത സാധനം, ഒരു 3 വിസിൽ കേൾക്കണം. അന്നേരത്തേക്ക് നമുക്കിത് വെന്ത് കിട്ടും. നമുക്കിത് വേവിക്കാൻ വെക്കാം. ആദ്യം വേവിക്കാൻ വെക്കുന്ന സമയത്ത് നമുക്ക് ഈ തേങ്ങ അരിച്ചെടുക്കാം. നമ്മൾ പാവയ്ക്ക പച്ചടി വെച്ച പോലെ തന്നെ നെയ്ക്കകത്തായത് കടുക് താളിച്ചിടുന്നത് കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയതാ. നമുക്കിതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. ഞാൻ ഈ 1 കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുള്ളൂ. കുറച്ച് സാധനമേ ഉള്ളൂ, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോഴത്തേക്ക് വേറെ ഒന്നും സാധനം ഇടണ്ട, നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പം കുക്കർ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിത് തേങ്ങ അരച്ചെടുക്കാം. നന്നായിട്ട് മയത്തിൽ അരയ്ക്കണം കേട്ടോ, നന്നായിട്ട് അരയണം. പിന്നെ ഒരു നുള്ള് ജീരകവും കൂടി ഇട്ട് കൊടുത്ത് ഞാൻ ഇന്ന് അരച്ചുകൊണ്ട് വരാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരയ്ക്കാം. നമ്മൾ അരയ്ക്കുമ്പോൾ എപ്പോഴും കുറച്ച് വെള്ളത്തിലേ അരയ്ക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇത് അരഞ്ഞ് കിട്ടത്തില്ല. ഞാൻ സ്വല്പം വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അരച്ചുകൊണ്ട് വരട്ടെ. ഇപ്പോൾ തേങ്ങ അരച്ചിനോട് വെച്ചിട്ടുണ്ട്. നമ്മുടെ കുക്കറിനകത്ത് 3-4 വിസിൽ കേട്ടിട്ടുണ്ട്. അതൊന്നും എൻ്റെ പ്രഷറൊന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ കുക്കറിനകത്തുനിന്ന് ഈ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഉടച്ചിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും തൈരും കൂടെ ചേർത്തൊന്ന് ചൂടാക്കണം. നന്നായിട്ട് ഉടച്ചെടുക്കണം ഇത്. ഇപ്പോൾ നന്നായിട്ട് ഞാൻ ഉടച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഉടച്ചെടുക്കണേ. സാറിന് ഇത് കുക്കറിനകത്തൊന്നും അല്ല വെക്കുന്നത് കേട്ടോ. നമുക്ക് എളുപ്പത്തിന് വേണ്ടി കുക്കറിനകത്ത് വെച്ചതേ ഉള്ളൂ. ഉരുളിയൊക്കെ ഉണ്ട്, ഉരുളിക്കകത്തിട്ട് വേവിക്കണം. അതാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. നാടൻ വിഭവങ്ങൾ വെക്കുമ്പോൾ നമ്മൾ ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന കുക്കറിനകത്തൊക്കെ വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് ഇച്ചിരി കുറയും. നമുക്കിതിനെ തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് അടുപ്പ് വെച്ചൊന്ന് ചൂടാക്കാം. ഓൾറെഡി ഇത് ഈ പപ്പായ ചൂടായിരിക്കുവാണ്, എന്നാലും ഇതൊന്ന് ചൂടാക്കാം. തിളയ്ക്കണ്ട. ഞാനിപ്പോൾ സ്റ്റൗ കത്തിച്ച് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാകട്ടെ കേട്ടോ. ചൂടായാൽ മാത്രം മതി, തിളയ്ക്കണ്ട. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ജീരകവും തേങ്ങയും കൂടെ അരച്ചില്ല, അത് അരപ്പ്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. പഞ്ചസാര ഇതിനൊക്കെ ഒരു 100 ഗ്രാം പഞ്ചസാരയിലും വേണം. ഞാൻ അത്ര ഇടുന്നില്ല കേട്ടോ, എനിക്ക് അത്ര മധുരം വേണ്ട. മധുരപ്പച്ചടി ആകുമ്പോൾ മധുരമാണല്ലോ, പക്ഷെ ഞാൻ അത്ര ഇടുന്നില്ല. ഞാൻ പറയാം എത്ര ഞാൻ ഇടുന്നെന്ന്. ഇതിപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഒത്തിരി തിളയ്ക്കരുത് ഇത് കേട്ടോ. ഇത് ചൂടായാൽ മതി. നമുക്കിനി പഞ്ചസാര ഇട്ട് കൊടുക്കാം. തീ സിമ്മിനകത്ത് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. നോക്കട്ടെ മധുരം എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് പറയാം. നമ്മളിതുവരെ ഉപ്പിട്ടിട്ടില്ല. ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് മധുരം ഉണ്ട്. എനിക്ക് ഇത്ര മതി. നമുക്ക് ഇനി ഇച്ചിരി മധുരം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ പഞ്ചസാര ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഒത്തിരി ആയ ഇവിടെ എല്ലാവർക്കും മധുരം ഒത്തിരി വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് ഇവിടെ ഉള്ളതൊക്കെ. അപ്പം നമുക്ക് ഒത്തിരി മധുരം, ഇപ്പം ഇത് ഒരു മധുരം ഉണ്ട്. ഇനിയും കുറച്ചുകൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം.
നമുക്കിത് തിളച്ചിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട്. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് തിളയ്ക്കത്തില്ലല്ലോ. നമുക്കിനി ഇത് മാറ്റാം. നമുക്ക് കടുക് താളിച്ചൊഴിക്കാം. നമ്മൾ ഇതുവരെ ഉപ്പിട്ടില്ലായിരുന്നു. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഇതിപ്പം കടുകൊക്കെ താളിച്ചതിന് ശേഷമാണ് ഇടുന്ന ഉപ്പൊക്കെ കേട്ടോ. പക്ഷേ നമുക്കിപ്പോൾ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഇത് കൂടുതലും ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ആറന്മുള സദ്യയിൽ ഉണ്ടാക്കുന്ന മധുരപ്പച്ചടിയാണ് കേട്ടോ. ഉപ്പ് കുറച്ചിട്ടിട്ടുണ്ട്, നോക്കിയിട്ട്. ഞാൻ കടുക് തളിക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചാൽ മതി. ചൂടാകുമ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു നുള്ള് ജീരകം കൂടെ ഇടും, ഒരു സ്വല്പം കേട്ടോ, ജീരകം കൂടെ. പിന്നെ ഈ വറ്റൽമുളക്, കറിവേപ്പില. നമുക്ക് ഈ കടുക് ഇതിനകത്ത് താളിച്ച് ഒഴിച്ച് കൊടുക്കാം ഇതിനകത്തോട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വിഷുസദ്യ സ്പെഷ്യൽ മധുരപ്പച്ചടി. അതായത് പപ്പായ വെച്ച് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ആ കറക്റ്റ് മറ്റേ ഏത്തപ്പഴമൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് അത് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കി നോക്കിയാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാൻ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വിഷു അടുത്തടുത്ത് വരുമല്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം കേട്ടോ. പിന്നെ മറ്റൊരു വിഷുസദ്യ സ്പെഷ്യലുമായിട്ട് വരുന്നതും വരെ ബായ്.